എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പിള്ളേർ എന്നോട് പറഞ്ഞ് മുട്ട ബജി മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കോഴിയുണ്ട്, മുട്ടയുണ്ട്, അത്യാവശ്യം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്നാൽ മുട്ട ബജി ഉണ്ടാക്കി തരാൻ ഞാനങ്ങ് പറഞ്ഞു. മുട്ട ബജി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം മുട്ട പുഴുങ്ങിയതെടുത്ത് തണുക്കാൻ വെക്കുന്നു. അത് തണുക്കട്ടെ. നേരത്തെ നമുക്ക് മാവ് കുഴച്ച് വെക്കാം. എന്നാ മാവാണെന്നറിയാവോ? ഇത് കടല മാവ്. കുറച്ച് മതി, 8 മുട്ടയോ എടുത്തിട്ടുള്ളൂ. കുറച്ച് മാവ്, കടല മാവ് ഇടണം. ഈ കടലമാവ് അങ്ങോട്ട് വീഴുന്നില്ല, കൂടിൻ്റെ പൊട്ടിയിട്ട് ചെറുതായതുകൊണ്ടായിരിക്കും. പിന്നെ ഒരു ശർക്കര അരിപ്പൊടി ഇടണം. അതെ, അരിപ്പൊടി ഇടുന്നു. പിന്നെ നമുക്കൊരു ചെറിയ എരിവ്, മുട്ട ബജിയല്ല, ഒരു ചെറിയ എരിവിന് വേണ്ടി ഇച്ചിരി മുളക് പൊടി. ഇത് ഈസ്റ്റാ കേട്ടോ, ഈസ്റ്റ് അല്ല, ഇത് കായം. ഈസ്റ്റ് അല്ല, കായം. കായവും മുളക് പൊടിയും. അല്ല, ഞാനേ ഈ അങ്ങനെ വെളുത്തിരിക്കുന്ന സാധനത്തിൻ്റെ പേര് ഈസ്റ്റ് എന്നല്ലേ, അതുകൊണ്ട് അങ്ങനെ ഓർമ്മ വന്നതാ. നമ്മൾ മാവ് കലക്കി വെക്കുന്ന ഈസ്റ്റ് ഒഴിച്ചല്ലേ? ഉപ്പ് ഇടണമല്ലോ അല്ലേ? ഉപ്പിടുന്ന കാര്യം ഇപ്പം മറന്നു പോയേനെ. മുട്ട പൊളിക്കാൻ പോവാ. മുട്ട നാടൻ മുട്ടയായതുകൊണ്ട് ഭയങ്കര പാടായത് പൊളിച്ചെടുപ്പ്. കറക്റ്റായിട്ടൊന്നും കിട്ടത്തൊന്നുമില്ല, ഇത് താമസമൊക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം കോഴിക്കുഞ്ഞിൻ്റെ മുട്ടയല്ലേ, അതുകൊണ്ട് തൊണ്ടൊക്കെ ഇച്ചിരി ലൈറ്റാണ്. നാടൻ മുട്ടയ്ക്ക് അല്ലെങ്കിൽ പൊതുവേ തൊണ്ടിന് കട്ടി കുറവായതുകൊണ്ട് പൊളിച്ചെടുപ്പ് ഇച്ചിരി പണിയാണ്. നമ്മൾ കോഴി മുട്ട ഇടാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, അത് അതുകൊണ്ടായിരിക്കും തൊണ്ടിന് ഇച്ചിരി. പിന്നെ എലി വരണ്ട പോലെ ഇരിക്കുകയും ചെയ്യും. ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങിയതാണല്ലോ. എണ്ണ ഒഴിച്ചേക്കാം. എണ്ണ ചൂടാകണ്ടേ? എണ്ണ ഒഴിച്ച് വെക്കാം. എണ്ണ ചൂടായി, നമുക്ക് മുട്ട ഇടാം കേട്ടോ. ഒരു 4 ഇട്ടാണ്. പിടിക്കാം. നമ്മുടെ മുട്ട ബജി ഊരുവാ കേട്ടോ. ആദ്യത്തെ ഒരു ട്രിപ്പായി. ചെറിയ ചട്ടിയായതുകൊണ്ട് 2-3 എണ്ണമൊക്കെ ഇടത്തോളൂ, ഒത്തിരി ഇടത്തില്ല. അതുകൊണ്ട് 4 എണ്ണം ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട്. പിന്നെ കോരി മുട്ട ബജി വേണ്ടേ? നമ്മുടെ മുട്ട ബജിയുടെ പണി തീർന്നു കേട്ടോ. മുട്ട ബജി ഓക്കെ ആയി. ബാക്കിയുള്ള മാവ് ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് കോരുക. എന്താ മുട്ട ബജി. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളൊരു തുടക്കക്കാരനല്ലേ, ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല. എങ്കിലും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടോടു കൂടി ഞങ്ങളൊന്ന് കയറി വരട്ടെ. അടിച്ച് കയറി വാ മക്കളെ എന്നുള്ള രീതിയിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളെ നിങ്ങളൊപ്പം ആക്കുക. താങ്ക് യു.